നമസ്കാരം. ദ പ്രസ്സിലേക്ക് സ്വാഗതം. പ്രധാനമായും പുനർജനിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വെനസ്വേലൻ അധിനിവേശം അതിൻ്റെ തുടർ വാർത്തകളൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഗൾഫിൽ ഉണ്ടായിട്ടുള്ള വാഹനാപകടങ്ങൾ അതിൽ 9 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2 കുടുംബങ്ങളിലെ ആളുകളാണ് ഇത്തരത്തിൽ രണ്ട് അപകടങ്ങളിലായി മരിച്ചത്. ആ വാർത്ത ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ തന്നെ അതെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് പുനർജനിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനെതിരെ വന്നിരുന്ന ആരോപണം അതിൽ CBI അന്വേഷണം വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇന്നലെ ശുപാർശ ചെയ്തുകൊണ്ട് CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളുമൊക്കെ തന്നെയാണ് ആ വാർത്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് വന്നാൽ പുനർജനി ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പ്രതിപക്ഷം, വി.ഡി. സതീശൻ്റെ CBI അന്വേഷണത്തിന് വിജിലൻസിൻ്റെ ശുപാർശ എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. പഴയ റിപ്പോർട്ട് പുറത്തു വന്നതിൽ ദുരൂഹതയെന്നും ആരോപണം എന്നുള്ള ഒരു കാര്യം കൂടി അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു. ആ വാർത്തയിലേക്ക് പോയെന്നാൽ ഇങ്ങനെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിൻ്റെ ശുപാർശ ചെയ്തിട്ടുള്ള വിവരം പുറത്ത്. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയത്. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. വിജിലൻസ് 2 വർഷം നടത്തിയ അന്വേഷണത്തിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന റിപ്പോർട്ടുണ്ടായിരിക്കുകയാണ്. 1 വർഷം മുമ്പുള്ള CBI അന്വേഷണ ശുപാർശ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിർണായകമായിട്ടുള്ള യോഗം വയനാട്ടിൽ തുടങ്ങിയ ദിവസമാണ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട തൊണ്ടി മുതൽ കേസ്, വെള്ളാപ്പള്ളി വിഷയം തുടങ്ങിയവയിൽ പ്രതിരോധത്തിലായ സർക്കാരിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ റിപ്പോർട്ട് ആര് പുറത്തുവിട്ടു എന്നതിലും അവ്യക്തതയുണ്ട് എന്നുള്ളതും ഈ വാർത്തയിൽ മാതൃഭൂമിയും ചൂണ്ടിക്കാണിക്കുന്നു. പദ്ധതിക്കായി വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമവിരുദ്ധത CBI അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്താണ് വിജിലൻസ് സർക്കാരിനെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ്. ഈ പുനർജനി പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് മാതൃഭൂമി അവരുടെ ആ വാർത്തയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. സതീശൻ്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ 2018 പ്രളയബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതിയായിരുന്നു പുനർജനി. പദ്ധതിക്കായി വിദേശത്ത് കേന്ദ്ര അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തിയെന്നായിരുന്നു പരാതി. കാതികൂടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങര, പറവൂർ മുൻ MLA P. രാജു, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ തുടങ്ങിയവരുടെ പരാതിയിൽ വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 പ്രാഥമിക അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ അവിടെ പണം അഭ്യർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോകളൊക്കെ തന്നെയും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു വിഷയം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായും ഇത് ഉന്നയിച്ചത് PV അൻവർ ആയിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്കൊക്കെ വന്നാൽ PV അൻവറിൻ്റെ മൊഴി ഉൾപ്പെടെ എടുക്കുന്ന നിലയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ PV അൻവർ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള ട്രോളുകളും വാർത്തകളും ഒക്കെ തന്നെ ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അരിശം തീരാതെ ട്രംപ് എന്നുള്ള തലക്കെട്ടിലാണ്. വെനസ്വേലയിൽ അധിനിവേശം നടത്തിയ അമേരിക്കയുടെ നടപടി, അതിനെതിരെ ലോകരാജ്യങ്ങളിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മെക്സിക്കോയ്ക്കും ക്യൂബയ്ക്കും കൊളംബിയയ്ക്കും വെനസ്വേലയുടെ ഗതി വരും എന്നുള്ള ഒരു പരാമർശം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്തയും നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വെനസ്വേലയിലെ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. മഡൂറോ നിലവിൽ ന്യൂയോർക്ക് ജയിലിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു നടപടിയിൽ വെനസ്വേലയിലെ സംഭവവികാസങ്ങളിൽ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അതിൽ ആശങ്ക അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥിതിഗതിയിൽ അതിയായിട്ടുള്ള ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ വെനസ്വേലയിലേക്ക് അത്യാവശ്യത്തിനല്ലാതെ യാത്രകൾ ഒഴിവാക്കാൻ പൗരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. വെനസ്വേലയിൽ 50 പ്രവാസി ഇന്ത്യക്കാരും 30 ഇന്ത്യൻ വംശജരുമാണുള്ളത് എന്നുള്ളതും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വെനസ്വേലയിലെ
നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി അവിടുത്തെ സുപ്രീം കോടതി നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഡുറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടു പോയതിന് പിന്നാലെ, അവിടെ അദ്ദേഹത്തെ ന്യൂയോർക്കിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വെനസ്വേലൻ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇത് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഈ നടപടിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം അതിൻ്റെ പരമാധികാരത്തിലേക്ക് നടത്തിയിട്ടുള്ള കടന്നുകയറ്റം, ആ നിലയ്ക്ക് തന്നെയാണ് അമേരിക്കയുടെ ഈ ഒരു പ്രവൃത്തിയെ ലോകം വിലയിരുത്തുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ സജീവമാക്കിക്കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ ആ ഒരു പ്രവർത്തനം അതിൻ്റെ ആദ്യ തലം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യ സമ്മിറ്റ് വയനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ലക്ഷ്യ സമ്മിറ്റ് ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം, വിജിലൻസിൻ്റെ ശുപാർശ CBI അന്വേഷണം വേണമെന്ന ശുപാർശ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വാർത്തകളായി നിറയുന്ന സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ആ സമ്മിറ്റ് അല്ലെങ്കിൽ ആ വാർത്ത, ആ സമ്മിറ്റ് നടക്കുന്ന സമയത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഊർജ്ജം ചെറുതല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ഒരുപക്ഷെ ഈ വാർത്ത വന്നതിന് പിന്നാലെ വി ഡി സതീശനോടൊപ്പം ആണ് തങ്ങൾ, ഒരു തരത്തിലും ആ നിലയ്ക്ക് ഒരു വി ഡി സതീശനെ വേട്ടയാടാൻ അനുവദിക്കില്ല തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളുമായി നിരവധിയായിട്ടുള്ള നേതാക്കൾ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഒക്കെ തന്നെയും വരുന്ന ഒരു സാഹചര്യമുണ്ട്. സതീശന് പിന്തുണയുമായി വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഐക്യത്തിലേക്ക് കോൺഗ്രസ് വരുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു നിലപാട് ഇന്നലെ KC വേണുഗോപാൽ ആ ഒരു സമ്മിറ്റിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതും മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി ഇതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഗൾഫിൽ വാഹനാപകടങ്ങളിൽ 9 മരണം എന്നുള്ളതാണ് ഒരു വാർത്തയുടെ തലക്കെട്ട്. ഗൾഫിലുണ്ടായ 2 വാഹനാപകടങ്ങളിൽ 2 കുടുംബങ്ങളിലെ 8ഉം ഒരു കുടുംബത്തിലെ ജോലിക്കാരിയും മരിച്ചു. സൗദിയിലും അബുദാബിയിലുമായിട്ടാണ് അപകടങ്ങൾ ഉണ്ടായത്. മലപ്പുറം സ്വദേശികളാണ് മരിച്ചവരെല്ലാം. ഞായറാഴ്ച അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിലാണ് 4 കുട്ടികളും വീട്ടുജോലിക്കാരിയും മരിച്ചത്. മലപ്പുറം കിഴിശ്ശേരി പുളിയക്കോട് സ്വദേശി അബ്ദുൽ ലത്തീഫ്, വടകര കുന്നുമക്കര സ്വദേശിനി റുക്സാന ദമ്പതികളുടെ മക്കളായിട്ടുള്ള അഷസ്, അമ്മാർ, അയാഷ് എന്നിവരുൾപ്പെടെ 4 കുട്ടികളും വീട്ടുജോലിക്കാരി മലപ്പുറം ചമ്രവട്ടം സ്വദേശിനി ബുഷ്ര എന്ന സ്ത്രീയുമാണ് മരിച്ചത്. മറ്റൊരു അപകടം ഇന്നലെ വൈകിട്ടാണ് ഉണ്ടായത്. മിനിങ്ങാന്ന് വൈകിട്ട് പുലർച്ചയോട് കൂടിയാണ് ഉണ്ടായത്. ആ അപകടത്തിലും സമാനമായ രീതിയിൽ ഒരു കുടുംബത്തിലെ ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ഇന്നലെ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും തന്നെ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ചു എന്നുള്ളൊരു വാർത്ത ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. ആ വാർത്ത വിമാനയാത്രയ്ക്കിടെ പവർ ബാങ്ക് ഉപയോഗിച്ച് മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചാർജ് ചെയ്യുന്നത് നിരോധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാനങ്ങൾക്കുള്ളിലെ ഇൻസീറ്റ് പവർ സപ്ലൈ ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാനും സാധിക്കില്ല. ലിഥിയം ബാറ്ററികൾക്ക് തീ പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് DGCA അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരുന്നു. ഫുൾ പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൂദ് മേത്ത അൽ അസിയൽ സ്ട്രീറ്റ് വികസന പദ്ധതികൾ ഏതാണ്ട് 60% പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമി നൽകുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ പൊതു നിയമങ്ങൾ തെറ്റിക്കരുത്, പിഴ 20,000 ദിർഹം വരെ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഒരു വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിച്ച് അധികൃതർ എന്നുള്ളതാണ്. UAE-യിൽ പൊതു നിയമങ്ങൾ തെറ്റിച്ചാൽ 20,000 ദിർഹം വരെ പിഴ ചുമത്തിയേക്കും എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലെ ക്യാമ്പിംഗ് ഉൾപ്പെടെ കനത്ത പിഴ നൽകേണ്ടി വരും. അത്തരത്തിലുള്ള കുറ്റമാണ് അത്. ക്യാമ്പിങ്ങിനും മറ്റുമായി പൊതു ഇടങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പിഴ ഒക്കെ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമിത ശബ്ദമുണ്ടാക്കി വാഹനം ഓടിച്ചാൽ 2,000 ദിർഹം പിഴ ഈടാക്കും എന്നുള്ള കാര്യവും
ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ 12 ബ്ലാക്ക് പോയിന്റുകൾ ചുമത്തും എന്നുള്ള കാര്യങ്ങളും വാർത്തയായി തന്നെ അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. സബീൽ കൊട്ടാരത്തിൽ അതിഥികളെ വരവേറ്റ ഷെയ്ഖ് മുഹമ്മദ് പുതുവത്സരാശംസകൾ നേർന്നും സ്നേഹങ്ങൾ പങ്കിട്ടും കൂടിക്കാഴ്ച എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാതൃഭൂമി അവരുടെ 3-ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. പുതുവത്സരാശംസകൾ നേർന്നും പുതുസ്വപ്നങ്ങൾ പങ്കുവച്ചും സബീൽ കൊട്ടാരത്തിൽ ഈ വർഷത്തെ ആദ്യ യോഗം ചേർന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികൾ, ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ, നിക്ഷേപകർ, മന്ത്രിമാർ, സർക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അതിഥികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനുള്ള നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ NTV പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയ ഒരു വാർത്തയാണത്. അത് മാതൃഭൂമി അവരുടെ 3-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ദിനാചരണം, സംസ്ഥാനതല ഉദ്ഘാടനം, നിയമനത്തിന് കൈക്കൂലി നൽകുന്ന രീതി കേരളത്തിൽ ഇല്ലാതായി എന്നുള്ളൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. അത് വാർത്തയായി 4-ാമത്തെ പേജിലാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ 300 ബൈക്കുകൾ കത്തി നശിച്ച സംഭവം ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. ആ വാർത്തയും ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി അവരുടെ 4-ാമത്തെ പേജിൽ നൽകുന്നുണ്ട്. നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം തരാനുള്ളത് 1617.35 കോടി എന്നുള്ളതാണ് ഒരു വാർത്തയായി. അത് 4-ാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കേന്ദ്രം തരാനുള്ളത് 2017 മുതലുള്ള തുക, കാരണം കൃത്യമായ കണക്ക് നൽകാത്തത് എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിൻ്റെ താങ്ങുവിലയായി കേന്ദ്രം തരാനുള്ളത് 1617.35 കോടി രൂപയാണ്. 2017 മുതലുള്ള തുകയാണിത്. 3 മാസം കൂടുമ്പോൾ നൽകിയ കണക്ക് പ്രകാരം കേന്ദ്രം തുക അനുവദിച്ചപ്പോൾ ചില മാസങ്ങളിലെ കണക്കിൽ വ്യക്തത ചോദിച്ച് തിരിച്ചയച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്താൻ കഴിയാത്തതാണ് തുക ലഭിക്കാൻ വൈകുന്നതായിട്ടുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഭക്ഷ്യമന്ത്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2017 മുതൽ 22 വരെ 413.96 കോടി രൂപ നൽകാനായിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷത്തെയും കണക്കനുസരിച്ചാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു തുക കേന്ദ്രം തരാനുണ്ട് എന്നുള്ളതും ഒപ്പം തന്നെ അതിൽ കണക്കിൽ അവ്യക്തത ആണ് അതിന് കാരണമായിരിക്കുന്നത് എന്നതുമാണ് ആ വാർത്തയുടെ രത്നചുരുക്കമെന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ മികച്ചത് VBG റാംജി എന്ന് കേന്ദ്രമന്ത്രി ചൗഹാൻ എന്നുള്ളതും ഒരു വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ വെനസ്വേലയുടെ പാഠം എന്നുള്ളതാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. സ്വന്തം അയൽപ്പക്ക മേഖല കൈവിട്ടു പോകാതിരിക്കാനുള്ള കളിയാണ് US നടത്തുന്നതെന്ന് വ്യക്തം എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ US കാണിച്ച അതിക്രമം വർത്തമാനകാല സാഹചര്യത്തിനോടുള്ള പ്രതികരണമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതും പറയുന്നു. ശീതയുദ്ധത്തിന് ശേഷം കുറേ കാലം US ആയിരുന്നു ലോകത്തിലെ ഒരേ ഒരു വൻ ശക്തി. ഈ നൂറ്റാണ്ടോടെ അവസ്ഥ മാറിയിരിക്കുന്നു. ചൈന വൻ ശക്തിയായി ആ ഒരു പദവിയിലേക്ക് കുതിച്ചുയരുകയും ചെയ്തിരിക്കുന്നു. റഷ്യയും ഒപ്പം തന്നെ ആ ഒരു ലോകഭൂപടത്തിൽ വലിയൊരു പ്രാമാണിത്വം അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. ആ ഒരു വേവലാതിയൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ ട്രംപിനെ ഈ ഒരു അതിക്രമം കാണിക്കാൻ പ്രേരിപ്പിച്ചത്. ഒപ്പം തന്നെ വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് അതും ഒരു വലിയ കാരണം തന്നെയാണ്, പ്രധാനപ്പെട്ട കാരണമായി തന്നെ അത് ചൂണ്ടിക്കാണിച്ചെടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലും നിങ്ങളാണ് ഇനി അടുത്തത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ക്യൂബയുൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ട്രംപ് നടത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതിനെതിരെയും ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ലക്ഷ്യമുറപ്പിക്കാൻ ലക്ഷ്യ എന്നുള്ളതാണ് ലക്ഷ്യ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്. സമഗ്ര നിർദ്ദേശവുമായി കോൺഗ്രസ് സമ്മിറ്റ്, ഫെബ്രുവരി ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും എന്നുള്ളതാണ് അതിൽ നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്.
85 സീറ്റുകളിൽ വിജയം ഉറപ്പാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ സബ്മിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതാണ്. മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള നടപടി, വെള്ളാപ്പള്ളിക്ക് BJP പിന്തുണ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഇന്നലെ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ അതേ റൂട്ട് എന്നുള്ള തലക്കെട്ടിൽ വാർത്തയുണ്ട്. ആദ്യ ദിനം എറിഞ്ഞ് 45 ഓവർ മാത്രം. ആഷസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 211-ന് 3 വിക്കറ്റ് എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. 1.5 മാസത്തോളം നീണ്ട ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് കൂട്ടുകെട്ട് പിറന്നത് ഞായറാഴ്ചയാണ്. 4-മനായ ജോ റൂട്ട്, 5-മനായ ഹാരി ബ്രൂക്ക് എന്നിവരാണ് ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചതെന്നുള്ളതാണ്. 154 റൺസാണ് അവരുടെ കൂട്ടുകെട്ട്. ആ 154 റൺസ് അവരുടെ ഇന്നിങ്സിന് നൽകിയിട്ടുള്ള വില വളരെ വലുതാണ് എന്നുള്ളതും ഉറപ്പാണ്. വരുമോ ഇല്ലയോ എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത, അത് ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്കില്ല എന്ന് ബംഗ്ലാദേശ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിലാണ് ആ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അംഗീകരിക്കാനാകില്ല എന്ന് BCCI നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഇനി എന്താണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് കാത്തിരുന്ന് കാണണം. ഡൽഹി സ്ഫോടനം, പാക് ഭീകരരുമായി സംസാരിക്കാൻ അറസ്റ്റിലായവർ ഉപയോഗിച്ചത് വ്യാജ സിം കാർഡ് എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. സാധാരണക്കാരുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അവരത്തരത്തിൽ സിമ്മുകളൊക്കെ തന്നെയും എടുത്തത് എന്നതും ആ വാർത്തയോടൊപ്പം നൽകുന്നു. കോമൺവെൽത്ത് സ്പീക്കർമാരുടെ സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 14 മുതൽ 17 വരെയാണ് സമ്മിറ്റ് നടക്കുക. മാധ്യമം ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് കൂടി പോയെന്നാൽ മദുറോ തടങ്കൽ പാളയത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്ത് US മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി. മയക്കുമരുന്ന്, ഭീകരതയടക്കമുള്ള കുറ്റങ്ങൾ അദ്ദേഹത്തിന് ചുമത്തിയിട്ടുണ്ട്. വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ തന്നെയും ബുള്ളറ്റ് പോയിൻറ്റ്സായി മാധ്യമം ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. വെനസ്വേലയിൽ കടന്നു കയറി തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റ് മദുറോയെ US അധികൃതർ ചോദ്യം ചെയ്തു. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി ന്യൂയോർക്ക് തടങ്കൽ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഇന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത എന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അബുദാബിയിൽ വാഹനാപകടം, സഹോദരങ്ങളായ കുട്ടികളടക്കം 4 മലയാളികൾ മരിച്ചു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പത്തെ അപകടം ഇന്നലത്തെ പത്രത്തിൽ തന്നെ മാധ്യമം നൽകിയിരുന്നു. ആ വാർത്തയും കൂടി ചേർത്തിട്ടാണ് ഇന്ന് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ തൃശ്ശൂർ സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയുമുണ്ട് എന്നതും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷ്യം 100 സീറ്റ്, കോൺഗ്രസ് നേതൃത്വ ക്യാമ്പ് തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ CITUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് എളമരം കരീം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി, CITUവിൻ്റെ ജനറൽ സെക്രട്ടറിയായി എളമരം കരീമിനെ തിരഞ്ഞെടുത്ത കാര്യവും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിമാനയാത്രയിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം DGCA പുറത്തിറക്കിയിട്ടുണ്ട്. ആ വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. ഫുൾ പേജിലേക്ക് പോന്നാൽ ഷെയ്ഖ് മുഹമ്മദിനെ അഭിനന്ദിച്ച് ഭരണാധികാരികൾ, ഭരണ നേതൃത്വത്തിൽ 2 പതിറ്റാണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും അതുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിരുന്നു. 2 പതിറ്റാണ്ടിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി ഷെയ്ഖ് മുഹമ്മദ്. UAE പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് എന്നതും ആ വാർത്തയോടൊപ്പം തന്നെ നൽകുന്നു. ദുബായ് വിമാനത്താവളത്തിൽ ചരിത്രത്തിൽ തിരക്കേറിയ ദിവസങ്ങൾ. ശനിയാഴ്ച 3.24 ലക്ഷം പേരും ഞായറാഴ്ച 3.22 ലക്ഷം പേരും യാത്ര ചെയ്തു എന്നുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങൾ അടയാളപ്പെടുത്തി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം.
ശനിയാഴ്ച 3.24 ലക്ഷം പേരും ഞായറാഴ്ച 3.22 ലക്ഷം പേരും യാത്ര ചെയ്തതോടെ ആണ് തിരക്കേറിയ ദിനങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവധി കഴിയുന്ന സമയം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ തന്നെയും തിരിച്ചു വന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു കാര്യം കൂടിയാണ് ഇതിന് കാരണമായിരിക്കുന്നത്. സ്കൂളുകൾ ഒരുക്കി 11 ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ന് ക്ലാസ്സിൽ എന്നുള്ളതാണ്. വെള്ളിയാഴ്ചകളിൽ സ്കൂൾ സമയങ്ങളിൽ മാറ്റമുണ്ടാകും. അവധി കഴിഞ്ഞിട്ട് സ്കൂളുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ വാർത്തയാണ് അവിടെ നൽകിയിരിക്കുന്നത്. തൊഴിൽ വിസ തട്ടിപ്പിനെതിരെ ദുബായ് പോലീസ്. ദുബായ് താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് ദുബായ് പോലീസ് നൽകിയിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. പകുതി പിന്നിട്ട ഊദ്മെത്ത അൽ അസായിൽ സ്ട്രീറ്റ് വികസനം അതിൻ്റെ 60% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 14 കിലോമീറ്റർ റോഡും 4.3 കിലോമീറ്റർ പാലവും ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഇത്. ആ കാര്യം അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ്, വൻ തുക തിരികെ നൽകാൻ ഉത്തരവ്. നഷ്ടപരിഹാരമായി 50,000 ദർഹം നൽകണം എന്നുള്ളതാണ്. അബുദാബിയിൽ നിന്നുള്ള വാർത്തയാണ്. ലാഭം വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ ട്രേഡിങ്ങിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച യുവാവിനോട് ഇരയ്ക്ക് 3,96,058 ദർഹം തിരികെ നൽകാനും നഷ്ടപരിഹാരമായി 50,000 ദർഹം നൽകാനും ഉത്തരവിട്ട് അബുദാബി ഫാമിലി സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുനർജനി വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ്. CBI അന്വേഷണം എഴുതി വാങ്ങി ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് ആ വാർത്ത. ആ നിലയ്ക്കാണ് മാധ്യമം അവതരിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിച്ചെന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. വേട്ടയാടലാണ് ഇത് നടക്കുന്നത്, ഇതൊരു വേട്ടയാടലാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. പുനർജനി അങ്കലാപ്പ് മനസ്സിലാകും. ബിനോയ് വിശ്വം ആ നിലയ്ക്കൊരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഇത് പ്രതിരോധത്തിലാക്കില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ബസ്സിൽ കുപ്പിവെള്ളം പദ്ധതിയുമായി വീണ്ടും KSRTC രംഗത്ത് വരികയാണ്. യാത്രക്കിടെ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കലാണ് ലക്ഷ്യം. വില കുറച്ച് ആ കുപ്പിവെള്ളം വിൽക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപനം. ആ നിലയ്ക്ക് തന്നെയാണ് പദ്ധതി നടപ്പിലാവുക. BLOമാർ വീണ്ടും നെട്ടോട്ടത്തിലാണ്. നിരവധിയായിട്ടുള്ള പോരായ്മകൾ ആ ഒരു പുതിയ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ ആ ലിസ്റ്റിൽ പെടാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് രേഖപ്പെടുത്തിയ ആളുകളുടെ പേരുകൾ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാപഭാരം, ഈ ഒരു ജോലിഭാരം എല്ലാം തന്നെ ഉണ്ടാകുന്നത് BLOമാർക്കാണ് എന്നുള്ളതാണ്. അവർ വീണ്ടും അവരുടെ നെട്ടോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. നിവർന്നു നിന്ന ഒരു പ്രതിഷേധമെങ്കിലും എന്നാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തോന്നുന്നത് ചെയ്യുന്ന ട്രംപ് ഇനി ഗ്രീൻലാൻഡിനെയോ കാനഡയോ ഇറാനെയോ ഒക്കെ അധിനിവേശിക്കാൻ മടിക്കില്ല. ഇരകളുടെ ആ നീണ്ട പട്ടികയിൽ ഇന്ത്യക്ക് കൂടി സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് നാം തന്നെ ഒരൊത്താശ ചെയ്യേണ്ടതില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ലോകരാജ്യങ്ങളിൽ പലരും വലിയ രീതിയിലുള്ള വിമർശനം ആ നിലപാടിൽ ട്രംപിൻ്റെ നിലപാടിനെതിരെ ഉയർത്തിയപ്പോൾ ഇന്ത്യ ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു വിമർശനമോ നിലപാട് പ്രഖ്യാപനമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിചാരണ അമേരിക്കൻ കോടതിയിലാണ് എന്നുള്ളതാണ്. മയക്കുമരുന്ന്, ഭീകരത, അഴിമതി തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് മദുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ കടന്നുകയറ്റം ഇങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ട് സൈനിക നടപടി തത്സമയം കാണുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ ഒരു ചിത്രം നൽകിക്കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ലൈവായി ട്രംപ് കാണുകയായിരുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം തന്നെ ആ കാര്യങ്ങളിലൊക്കെ തന്നെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ
ഒരു വലിയ റിപ്പോർട്ടായി പൊതുവൃത്താന്തം പേജിൽ അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് മാറ്റിവെച്ചിരിക്കുന്ന നിലയിലാണ് മാധ്യമം ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തടവറയിലും കൂസലില്ലാതെ മദുറോ എന്നുള്ളതും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അമേരിക്കയെക്കുറിച്ച് മിണ്ടാതെ ഇന്ത്യയുടെ വെനസ്വേലൻ പ്രതികരണം എന്നുള്ളതായിരുന്നു. വെനസ്വേലയിലെക്കുറിച്ച് ആശങ്കയുണ്ട്, നിരീക്ഷിച്ചു വരികയാണ് തുടങ്ങിയിട്ടുള്ള അഴകുഴമ്പൻ നിലപാട് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇത് ചെയ്തത് അമേരിക്ക ചെയ്ത തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുമില്ല. കായികം പേജിലേക്ക് വന്നാൽ 2020 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അവർ. ആ കാര്യമാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. കളി മാറുന്നു എന്നുള്ളതാണ് അതിനെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. മുസ്തഫിസിനെ IPL നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തീരുമാനം ബംഗ്ലാദേശ് എടുത്തത്. താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് എന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയത്. IPL ഇനി സംപ്രേഷണം ചെയ്യില്ല എന്നും ബംഗ്ലാദേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ IPLൻ്റെ സംപ്രേഷണം നടത്തരുതെന്നും രാജ്യത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചതായി സർക്കാർ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് വലിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാരി റൂട്ടിൽ ഇംഗ്ലണ്ട് എന്നുള്ളതാണ് ആഷസ് പരമ്പരയുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിരവധിയായിട്ടുള്ള താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്ന സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ ISL ഉൾപ്പെടെയുള്ള ISLും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലനിൽപ്പ് ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം തന്നെയാണ്. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെയും പോകുന്നു. സാമ്പത്തിക പരാധീനത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. താരങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല എന്നുള്ളതാണ്. പോകേണ്ടവർക്ക് പോകാം എന്നുള്ളൊരു നിലപാടാണ് ബ്ലാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, ട്രോഫി പര്യടനത്തിന് സൗദിയിൽ തുടക്കമായി എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. NTV UAE to the world.